വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ലിനക്സിന്റെ ബേസിക് ഫയൽ സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ കാലിൽ ലിങ്ക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഓപ്പൺ ആക്കുകയാണ്. ഇത് ക്ലിയർ ഞാൻ നേരത്തെ ഒരു ട്രയൽ വീഡിയോ പോലെ എടുത്തോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് ഇതിന് സാധാരണ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന നമ്മൾ ഐഡിയ ഉണ്ടാകുന്ന വെച്ചാൽ cd user 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 നമ്മളിപ്പോൾ LS നോക്കും. LSല് ലിങ്ക് നമ്മള് ഇതിനകത്ത് പെട്ടുപോയാൽ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാല് ഇതിലാണ് നമ്മളെ ഇതുണ്ടാകുക. നമ്മൾ ഹോമിലേക്ക് വീട്ടിലേക്ക് കയറാം. ഹോമാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഹോം എടുക്കുക, cd നിങ്ങളിപ്പോ ഏത് ഇതിലാണോ ഓക്കെ. സോ എല്ലാം വിടാം, എല്ലാം നമുക്ക് വിടാം. സോ ഫസ്റ്റ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മള് സാധാരണ ലോഗിൻ ചെയ്ത പാട് നമ്മള് എപ്പോഴും ഉണ്ടാകും നമ്മളെ എന്താ പറയാ നമ്മളെ ഈ ഹോം കയറിയിട്ട്, അതായത് ഒരു വീട്ടിലൊരു റൂം ഉണ്ടാവും. അപ്പൊ റൂം എന്താണ് നമ്മളെ യൂസറാണ്. നമ്മളെ യൂസറാണ്. ഓരോ ടൈപ്പ് നമുക്ക് കുറെ യൂസർ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെ ഇപ്പൊ ഈ വിജിലാൻറ്റി എന്ന് പറഞ്ഞ യൂസറാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ യൂസറിനാണ് എൻ്റർ ചെയ്തത്. അപ്പൊ ഈ യൂസറിന്റെ അടുത്തുള്ള ഫയൽസും എല്ലാം ഉണ്ടാവും. കാരണം ഈ യൂസർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ. ഒരു വീട്ടിലേക്ക് കയറി നമ്മളെ റൂമിലേക്ക് കയറി. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മൾ ഇതിൽ നിന്നാണ് നമ്മളെ ഈ യൂസറിന്റെ ബേസിക് എന്താ പറയാ യൂസർ യൂസ് ചെയ്യുന്ന ഫയൽസ് ഒക്കെയാണ് ഉണ്ടാവുക. സോ അപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇത് റൂട്ട് അല്ല ഒരിക്കലും. ഇത് നമ്മൾ വീട്ടിൽ കയറി റൂട്ടിലെത്തി. ഇത് ഒരിക്കലും റൂട്ട് ഫയൽ അല്ല. നമുക്ക് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഓരോ ഫയലിനും ഓരോ ഇത് ആക്കി വെച്ചിട്ടുണ്ടായി. ഓക്കെ. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഹോമിലേക്ക് എത്തും. അപ്പൊ ഹോമിലേക്ക് ഹോമിൽ നിന്ന് തിരിച്ചു പോവാണ് അടുത്തേക്ക്. അപ്പൊ നമ്മള് റൂട്ടിലാണുള്ളത്. എന്താ പറയാ റൂട്ട് ഫോൾഡറിലാണുള്ളത്. അതായത് ഇപ്പൊ നമ്മള് ഏറ്റവും ഫ്രം ദ സ്റ്റാർട്ട് ഈസ് ദ റൂട്ട് ഫോൾഡർ. അതായത് ഒരു ഗാലി ലിനക്സ് മെഷീന്റെ ഏറ്റവും സ്റ്റാർട്ടാണ് റൂട്ട് ഫോൾഡർ. അപ്പൊ നമുക്കിനി ഇപ്പൊ ഇതിൽ കുറെ ഫയൽസ് ഉണ്ട്. ഫയൽസ് ലിനക്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് ലിനക്സിലെല്ലാം ഒരു ഫയലാണ്. അപ്പൊ നമ്മള് ഈ ls കമാൻഡ് ഒരു ഫയലാണ്. pwd ഒരു ഫയലാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മൗസ് ഒരു ഫയലായിരിക്കും ഇത്. ഞാൻ യൂസ് ചെയ്യുന്ന വെബ് ക്യാം ഒരു ഫയലായിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ഓക്കെ. സോ നമ്മള് ഇതിന് നമ്മള് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓക്കെ. ഇപ്പൊ എല്ലാ ഫയലായിരിക്കും. ഇപ്പൊ ഞാൻ സീഡിനൊക്കെ ഇതൊരു ഫയലാണ്. എല്ലാ ഫയലാണ്. ഓക്കെ. സോ നമുക്ക് ഇനി ഫസ്റ്റ് ഇതിലേക്ക് ഫസ്റ്റ് റൂട്ട് ഫോൾഡറിൽ ഉള്ള റൂട്ടിലുള്ള ഓരോരോ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബേസ് ആണ് റൂട്ട്. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് ബിന്നിൽ കയറാം. ബിന്നിൽ എന്താന്ന് വെച്ചാൽ എസെൻഷ്യൽ കമാൻഡ്സ് ഞാൻ കാണിച്ചാൽ നമുക്ക് cd ബിന്നിൽ കയറിയാല് ഞാൻ ഏരിയല്ലോ pwd. അപ്പൊ ഞാനിപ്പോഴും ഭൂമിയാണുള്ളത്. ഷീറ്റ് ഒന്നിന് തിരിച്ച് റൂട്ടിലേക്ക് തന്നെ പോകാം. ഇപ്പൊ റൂട്ടിലേക്ക് ഡയറക്റ്റ് ആണെങ്കിൽ സ്ലാഷ് അടിച്ചാൽ മതി. സ്ലാഷ് അടിച്ചാൽ നമ്മള് റൂട്ടിലാണ്. അപ്പോൾ ls cd ബിന്നിലേക്ക് നമുക്ക് പോവാം. ബിന്നിലേക്ക് നമുക്കുള്ള ബിന്നിൽ നമുക്കുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഇതാ ഓരോ കമാൻഡ്സ്. ഇവിടെ ഓരോ കമാൻഡ്സ് എന്തായിട്ടാണുള്ളത്? ഓരോ കമാൻഡ്സ് ഓരോ ഫയലായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. നമുക്ക് dkpg, പിന്നെ ഡോക്കർ കമാൻഡിന്റെ ഫയല്. ഓരോ സമയം ഇത് ഏതെല്ലാം ഫയലുണ്ടോ ഏതെല്ലാം കമാൻഡ്സ് എല്ലാ ഫയലാണ് എന്തില് ലിനക്സിൽ. അതാണ് ലിനക്സിന്റെ ഒരു പ്രത്യേകത. സോ ഇതാണ് ഓരോരോ ch മോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ ഫയൽ നമ്മൾ ആക്സസും പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. കാറ്റ് ക്യാൻസൽ എല്ലാം ഇതിലുള്ള എല്ലാ വിധ സംഭവങ്ങളും ഫയലാണ്. ഓക്കെ. ഓക്കെ. ഞാൻ ഒന്ന് ഗ്രപ്പ് ചെയ്യാൻ നോക്കിയതാണ്. വേണ്ട, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ അത് സിപ്കാറ്റിന്റെ എല്ലാവരും ഫയലാണ്. ഇത് നമ്മളതിന് ബിന്നിൽ നിങ്ങളിപ്പോ കണ്ടില്ല CLI എല്ലാവരും ഫയലാണ്. നമ്മളിനി cd ഇത് നടിച്ച് നമ്മൾ തിരിച്ചിപ്പോ റൂട്ടിലേക്ക് എത്തി. ഇനി റൂട്ടിൽ നമുക്ക് അടുത്ത ഫോൾഡർ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത ബൂട്ടാണ്. ഈ ബൂട്ടിൽ നമ്മൾ ഉണ്ടാവുന്ന വെച്ചാല് cd ബൂട്ടിൽ നമ്മൾ എന്താണ് ബൂട്ട് എന്ന് പേര് വെക്കുമ്പോൾ തന്നെ ഇത് ബൂട്ടുണ്ട്. സിസ്റ്റം ബൂട്ട് ചെയ്യേണ്ട ഫയൽസ് ആണ് ഉണ്ടാവുക.
ഓരോ സിസ്റ്റം കൂട്ടാൻ ഇൻട്രോ ഇത് എല്ലാ റാലി എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, കൂട്ടിൽ അത്ര പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമുക്ക് നോക്കാൻ. ഓക്കെ, നമുക്കാണ് സീഡ് ഗ്രബ് അടിച്ചു നോക്കാം. ഗ്രബിൽ എന്തായാലും ഉണ്ടാവുന്ന പ്രശ്നം. ഗ്രബിൽ ഇപ്പൊ ലോക്കല് തീംസ്, ഫോൺസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് LCD ഫോൺസ് അടിച്ചു നോക്കാം. യൂണിക്കോഡ് ഇതൊക്കെ ഒരു ഓരോരോ സംഭവമാണ്. സോ നമുക്ക് അധികം ഡീപ്പായിട്ട് വേണ്ട, ബിഗിനർ സംഭവമായിട്ട് നമുക്ക് നീങ്ങാം. അപ്പൊ നമ്മള് ബൂട്ടിൽ നിന്ന് ബൂട്ടിൽ അടുത്തുണ്ടാവുന്ന വെച്ചാല് അടുത്ത നമ്മള് ഡെവിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഡെവ് പറഞ്ഞാല് ഡിവൈസസ് കണ്ട എല്ലാ ലിനക്സിൽ എല്ലാം ഒരു ഫയലാണ്. ഡിവൈസ് ആയിക്കോട്ടെ, അതിന്റെ പ്രൊസസർ ആയിക്കോട്ടെ, എല്ലാം ഒരു ഫയലാണ്. ഓക്കെ, സോ ഡെവിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് എല്ലാം അടിച്ചു നോക്കിയാൽ വേണ്ട CPU, ഫ്യൂസ്, ലൂപ്പ് കൺട്രോള് എല്ലാം ഒരു ഫയലാണ്. എനിക്ക് VF ഇത് നമുക്ക് ഇപ്പൊ ഇനി CO കോറ് എല്ലാം ഫയലാണ്. ബ്ലോക്ക്, CPU, മാപ്പർ ഇതൊരു ഫയലാണ്. അപ്പൊ നമ്മളതിന് പുതിയൊരു ഹാർഡ്വെയർ കുത്തിയിട്ടുണ്ട്, അതിന്റെ ഇത് കാണിക്കുമ്പോൾ. ഓക്കെ, സോ SDA എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റോറേജിന്റെ സംഭവമാണ്. പിന്നെ സ്നാപ്ഷോട്ട്, SDA2 സ്റ്റെപ്പ്, പിന്നെ അതുള്ള ഡിസ്ക്, CPU, ബ്ലോക്ക് ഇതൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ സംഭവമുണ്ട്, ഇഷ്ടം പോലെ. ഓക്കെ, സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ആയിട്ട് നമ്മള് പോകാൻ പോകുന്നത് വെച്ചാല് ETC-ലാണ്. സിസ്റ്റം കൺഫിഗറേഷൻ ഫയൽസ് ആണ് കിട്ടുന്നത്. ETC LS. നമുക്ക് LS അടിച്ച് നോക്കിയാൽ സിസ്റ്റം കൺഫിഗറേഷൻ ഫയൽസ് ഇഷ്ടം പോലെ കിട്ടുന്നത്. അതായത് നമ്മളെ എന്താ പറയാ അപ്പാച്ചെ 2 സെർവറിന്റെ നമ്മള് കൺഫിഗർ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിണ്ടാവുക. ഹാർവെസ്റ്റർ, നമ്മളെ ടൂൾസ്, പിന്നെ എന്താ പറയാ ജാവന്റെ സ്ക്രിപ്റ്റ് ജാവയിൽ ഓപ്പൺ JDK, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളാണ് ഉണ്ടാവുക. ഷാഡോ ഓരോ എന്താ പറയാ കുറച്ച് ബ്ലൂടൂത്ത് സിസ്റ്റം കൺഫിഗർ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതുണ്ടാവുക മെയിൻലി. ഇനി അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് അടുത്തായിട്ട് നമ്മൾ ETC ഇപ്പൊ നമ്മള് ഡെബിലല്ലേ ഏരിയ, അല്ല ETC-ലല്ല ഏരിയ. അപ്പൊ നമ്മളിനി ഹോമിംഗ് ഒക്കെ അറിയില്ല. ഹോമിലാണ് എന്തുണ്ടാവുക CD ഹോമിലാണ് നമ്മളെ യൂസർ ഉണ്ടാവുക. യൂസറിന്റെ ഓരോ റൂം ഉണ്ടാവുക. അപ്പൊ നമ്മള് ഓരോ റൂമിൽ എല്ലാ സെക്ഷൻ ഒക്കെ നമ്മളോരോ ഓരോ ഡെസ്ക്ടോപ്പ് സുപ്പൂർ ഞാൻ ഉണ്ടാക്കി വെച്ച ഓരോ സംഭവങ്ങളാണ്. ഇനി എല്ലാം അടിച്ച് നമ്മള് ഹോം പോയി. ഇപ്പൊ ഒരു ഇമേജ് ലിബ് നമുക്ക് അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ലിബ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി CD ലിബ് അടുത്തായിട്ട് പോകുന്നത് പറഞ്ഞാൽ ലിബിലേക്കാണ്. CD ലിബിൽ എന്താ ഉണ്ടാവുക വെച്ചാല് എസെൻഷ്യൽ ലൈബ്രറീസ് ആണ് ലിബിൽ ഉണ്ടാവുക. ലിബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ലൈബ്രറീസ്. CD ലിബ് പിന്നെ നമ്മളെന്ത് ചെയ്യണം CD ലിബ് മനസ്സിലായില്ലെങ്കിൽ CD ലിബ് എല്ലാം ശ്രദ്ധിക്കാം. എല്ലാം സെക്ഷൻ നമുക്ക് 7-zip ലൈബ്രറീസ് ഓരോരോ ലൈബ്രറീസ് ഉണ്ടാവും. എല്ലാം ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ. RPM ഓരോരോ സോഫ്റ്റ്വെയർ, കപ്പ്, ഡീബഗ്, ഡീമോഡ്, ഹാഷ് കാറ്റ്, യൂട്ടിലിറ്റീസ് ഒക്കെ ഇതാണ് ഉണ്ടാവുക. കുറെ എന്താ പറയാ ലൈബ്രറീസ് തന്നെ. ഹാഷ് കാറ്റിന്റെ കേണലിന്റെ ലൈബ്രറീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ക്രോമിയം നമ്മളെ ലൈബ്രറീസ്. അതായത് നമ്മളെ ഓരോ ടൂൾസ് ആയിക്കോട്ടെ, നമ്മളെ ടൂൾസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. നമ്മളെ ഓരോരോ ആവശ്യമുള്ള സംഭവങ്ങൾ, എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ. അടുത്ത നമ്മൾ മീഡിയയിലേക്കാണ് പോകുന്നത്. അതായത് മീഡിയ എന്ന് പറഞ്ഞാൽ 1.0 എന്ന് പറഞ്ഞാൽ നമ്മളെ CD നമ്മളെ ഈ ജാക്ക് ഒക്കെ ഉണ്ടാവില്ല. മീഡിയ മീഡിയ പോവാം. എല്ലാം ശരിക്കും കാണിച്ചാൽ CD-ROM അതായത് നമ്മളെ എന്താ പറയാ ഓരോ ഈ ഓരോ സമയം കുത്താൻ പറ്റുന്ന മീഡിയ കുത്താൻ പറ്റുന്ന സ്ഥലമാണ് ഈ CD-ROM-ലൊക്കെ. ഓക്കെ, നമുക്ക് CD-ROM കയറി വെക്കാം. എക്സ്പ്ലോർ ചെയ്യാം. കിട്ടൂലേ? കാരണം ഇതൊന്നുമില്ല CD-ROM-ൽ. അതാണ് കാരണം ആ സംഭവത്തിൽ നമ്മളൊന്നും കുത്തിയിട്ടില്ല. ഞാൻ ഇതുവരെ ഒന്നും കുത്തിയിട്ടില്ല. അപ്പൊ നമുക്കിനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിനി ബാക്ക് അടിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി
നെക്സ്റ്റ് നമ്മളായിട്ട് വരുന്ന ലോസ് പ്ലസ് ഫൗണ്ട് അടുത്തെന്താ കൺസേൺ തേർഡ് പാർട്ടി ഓപ്ഷൻ PT തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് PT ഉണ്ടാവും റൂട്ട് യൂസേഴ്സ് ഹോം ഡയറക്ടറി റൂട്ടിലേക്ക് പോയിരുന്നു റൂട്ട് റൂട്ട് സി റൂട്ട് പറഞ്ഞു നമ്മൾ സുഡോ സി ഡി റൂട്ട് നമ്മൾ അങ്ങനെ നമ്മൾ പാസ്വേഡ് അടിച്ചു പാസ്വേഡ് അടിച്ചാൽ അയ്യോ മറ്റേ സുഡോ 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 ഇപ്പോ നമ്മള് ഇവിടെ നമുക്ക് ഞാനൊരു ബിഗിനറാണ് സോ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നില്ല സോ എന്തിനും കയറണ്ട കൂട്ടല്ല റൂട്ടിലേക്ക് എങ്ങനെ കയറണേ നോക്കട്ടെ വിൻ കേസ് നമ്മള് ഇതിലേക്ക് കയറിയിട്ടുണ്ട് റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്തോ മറന്ന സംഭവം ഓക്കെ സോ സി ഡി ഇപ്പൊ റൂട്ടിലേക്ക് കയറണമെങ്കിൽ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ പിന്നെ നമ്മളെ റൂട്ട് ഫോൾഡറിലേക്ക് പോവാ ഇപ്പൊ റൂട്ടിലേക്ക് കയറണമെങ്കിൽ സുഡോ ഐ അടിച്ചാൽ നമ്മളിപ്പോ കാണാം ഇപ്പൊ എല്ലാ അടിച്ചൊന്നും വരില്ല നമ്മൾ ഹൈഡ് ഫോൾഡർ കാണണമെങ്കിൽ നമ്മൾ എല്ലാം അടിക്കണം എല്ലാം അടിച്ചാൽ നമുക്ക് ഓരോ സമയം ഡോക്കർ SRG ഹിസ്റ്ററി അങ്ങനത്തെ സംഭവം കിട്ടാൻ പറ്റും റൂട്ട് യൂസറിന്റെ ഫോൾഡർ ആണ് ഇത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് അതാണ് സുഡോ ഐ ഒക്കെ വെച്ച് ചെയ്യേണ്ടത് നമ്മൾ അധികം ഡീപ്പായിട്ട് പോകുന്നില്ല സോ ക്ഷണിക്കുന്നു നമ്മൾ അടുത്തായിട്ട് പോകാൻ വെച്ചാല് റണ്ണിങ് പ്രോസസ് റൺ ടൈം ഇൻഫർമേഷൻ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ കമാൻഡ്സ് നമുക്ക് എസ്ബിനിലേക്ക് പോയാൽ ഗൈസ് ഇതിലൂടെ എന്താ പറയാ ചാറ്റിപ്പിനോട് ചോദിച്ചാണ് സോ എസ്ബിനിലേക്ക് പോവാം നമ്മള് CD എസ്ബിനിലേക്ക് പോയി നമ്മളെല്ലാം സെറ്റ് നമുക്ക് ഓരോ എന്താ പറയാ ഓരോ കമാൻഡ്സ് തന്നെ ബിന്നില് മെയിൻ ആയിട്ട് കമാൻഡ്സ് തന്നെയാണല്ലോ ഗൈസ് നമ്മള് എസ്പിൽ അധികം നോക്കേണ്ട ആവശ്യമില്ല സിസ്റ്റം സർവീസസ് SRVയില് നമ്മളെ ഈ ഇതിലുള്ള പോലെ തന്നെ എന്താ പറയാ SRV നമ്മളെ വിൻഡോസിലുള്ള തന്നെ സിസ്റ്റം സർവീസസ് റൺ ചെയ്യും SRV കയറി നോക്കണമെങ്കിൽ കയറി നോക്കാം TFTP എല്ലാം ഒരു സർവീസസ് ആണ് FTP സർവീസ് പിന്നെ ഫയൽ ട്രാൻസ്ഫർ പോലുള്ള സർവീസ് ഒക്കെ ആണ് സോ ഈ കാര്യത്തൊന്നും അടുത്തായിട്ടുള്ളത് അടുത്തായിട്ടുള്ള സിസ്റ്റം കേർണൽ ഇൻഫർമേഷൻ ഉണ്ടാവാം CD ബ്ലോക്ക് ഫ്രണ്ട് ഹൈപ്പർവൈസർ ഇതൊക്കെ ഭയങ്കര എന്താ പറയാ നമ്മളെ സിസ്റ്റത്തിന് കേർണൽ മീൻസ് നമ്മളെ ഹാർഡ്വെയറിന് സോഫ്റ്റ്വെയറിന് അനുസരിച്ച് ഹാർഡ്വെയർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന സാധനമാണ് കേർണൽ കേർണലിലെ ഒന്നും നടക്കില്ല കേർണലിൽ ഒരു ആക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യാം ഓക്കെ അധികം പോകുന്നില്ല ഓക്കെ സോ നമുക്കിനി TMPയും യൂസറും അല്ല TMPയും വാറും ഇനിയാണ് നമുക്കുള്ളത് അതാണ് കുറച്ച് മെയിൻ ആയിട്ട് സംഭവം TMPയിൽ എന്താണെന്ന് വെച്ചാൽ ടെമ്പററി ഫയൽസ് നമ്മള് റാമിലുള്ള ടെമ്പററി TMP TMP LS ഉണ്ടാവും ഓരോ റാമിലെ ടെമ്പററി ഫയൽസ് ആണ് ഉണ്ടാവുക ഡീമോണ്ടഡ് സർവീസ് സർവീസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മെയിൻലി ടെമ്പററി സംഭവത്തിൽ ഉണ്ടാവുക നമ്മളൊരു CD പാക്കടിച്ച് നമ്മളൊരു അടുത്തൊരു CD വാറിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ലോഗാണ് ഉണ്ടാവുക ലോഗ് എന്ന് പറഞ്ഞാല് നമ്മളെ സിസ്റ്റത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസിലെ ലോഗിലേക്കാണ് CD log CD log
TMP കയറി CD വാർ വാറിലാണ് ലോഗൊക്കെ ഉണ്ടാവുക. യെസ്, വാറിലാണ് ലോഗൊക്കെ ഉണ്ടാവുക. ലോഗൊക്കെ ഉണ്ടാവുക. സോ നമുക്ക് വേണേൽ ലോഗ് എടുത്ത് നോക്കാം. ലോഗ് ലോഗ് എടുത്ത് എല്ലാ സെക്ഷനും ആൾട്ടർനേറ്റീവ് ലോഗ്, ബൂട്ട് ലോഗ്, നമുക്ക് എല്ലാവിധ വേണ്ട ഇൻഫർമേഷൻ, ബാക്ക് ചേഞ്ചർ ലോഗ്, എല്ലാവിധ ഇൻഫർമേഷനും കിട്ടുന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ബാക്ക് ചേഞ്ചർ ലോഗ് വേണ്ട. ഓക്കെ, ഇതൊക്കെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തോക്കാം. ഇപ്പൊ ക്യാറ്റ് ആൾട്ടർനേറ്റീവ് ലോഗ് ഇതിലൊന്നും കാണുന്നില്ല. സോ അതിലും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതാണ് മെയിൻലി ആയിട്ടുള്ള സംഭവങ്ങള്. പിന്നെ സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അറിയാം. സോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.